ഇന്ന് നമുക്ക് എണ്ണ ഉപയോഗിക്കാതെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഗ്രീൻ പ്ലേറ്റ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത 900 ഗ്രാം വരുന്ന ചിക്കനാണ്. ഇനിയും കറിക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ചെറിയ ഒരു കഷ്ണം പട്ടയും 1 ഏലക്കയും 2 ഗ്രാമ്പൂവും 1 തക്കോലവും കുറച്ച് കുരുമുളകും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനിയും ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വയ്ക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ച 15 ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി വഴണ്ട് തുടങ്ങുമ്പോൾ അരിഞ്ഞു വെച്ച സവാള ഇടാം. ഞാനിവിടെ മീഡിയം സൈസ് 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള പെട്ടെന്ന് വഴണ്ട് വരാനായി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി 3 പച്ചമുളക് നെടുകെ കീറിയതും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇളക്കാം. എണ്ണ ഉപയോഗിക്കാത്തത് കൊണ്ട് പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാൻ 1-2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ്. ഉള്ളി സാമാന്യം വഴണ്ടു വരുമ്പോൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിളക്കാം. 1 കഷ്ണം ഇഞ്ചിയും 8 അല്ലി വെളുത്തുള്ളിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിളക്കാം. ഉള്ളി ഏകദേശം വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പൊടിച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മസാലക്കൂട്ടും കൂടി ചേർക്കാം. ചിക്കനിൽ മസാലകൾ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടാം. ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി 3 തക്കാളി മിക്സിയിൽ അടിച്ചത് ഇതിലേക്ക് ഒഴിക്കാം. ശേഷം 1 പിടി മല്ലിയില കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചത് കറിയിലേക്ക് ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കാം. ഇപ്പോൾ ചിക്കൻ വേവുന്നതിന് ആവശ്യമായ വെള്ളമുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. കറിക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം.
എണ്ണ ഉപയോഗിക്കാതെ തന്നെ വളരെ രുചികരമായി നമ്മുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും ഉപയോഗിക്കുന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ രുചികരമായ ഒരു ചിക്കൻ കറിയാണിത്. വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.